Hello everyone, welcome to Inside Research Analytics Weekly Market Report. ഈ ആഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 ഓഗസ്റ്റ് 1 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ആഴ്ച ഇന്ത്യൻ ഓഹരി വിപണി വീണ്ടും ഇടിവോടെയാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50 സൂചിക 25,000 ലെവലിന് താഴേക്ക് വീണിരിക്കുന്നു. സെക്ടറുകൾ മുഴുവൻ ഏറ്റവും അധികം വിറ്റഴിക്കൽ കണക്കാക്കിയപ്പോൾ ബാങ്ക്, ഓട്ടോ, മിഡ് ക്യാപ് സ്റ്റോക്കുകൾക്കായിരുന്നു ഏറ്റവും വലിയ നഷ്ടം രേഖപ്പെടുത്തിയിരുന്നത്. FIIs 17,158 കോടി രൂപയ്ക്കാണ് സെൽ ചെയ്തത്. DIs ആകട്ടെ 21,113 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. നെറ്റ് നോക്കുമ്പോൾ 3,955 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിട്ടുണ്ട്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ ഓഗസ്റ്റ് 1 ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും അതിലേക്ക് യാതൊരു പുരോഗതിയും ഇല്ലാതിരിക്കുകയും അങ്ങനെ അമേരിക്ക 25% നികുതി ഇന്ത്യൻ കയറ്റുമതികളായ വസ്ത്രങ്ങൾ, രത്നങ്ങൾ, മറ്റ് ഫാർമ മരുന്നുകൾക്ക് മുതലായവയ്ക്ക് ബാധകമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 2025-26 വർഷത്തെ 6.4% ഉയരുമെന്ന് IMF പ്രവചിക്കുന്നു. കാരണം പുറം ലോക സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെട്ടത് വില നിവാരണവുമാണ്. ചൈനയിൽ നിന്ന് ഇന്ത്യ റെക്കോർഡ് 1.5 ലക്ഷം ടൺ ഓയിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. കാരണം ചൈനയിലെ വില കുറവാണ്. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണി Q2-ൽ 8% വോളിയം വളർച്ചയും 18% വില വളർച്ചയും കൈവരിച്ചു. AIIB സ്വകാര്യ മേഖല ധനസഹായം 50% ഉയർത്താനും ആകെ വായ്പ 17 മുതൽ 18 വരെ ബില്യൺ ഡോളർ ആക്കാനും പദ്ധതിയിടുന്നു. US പ്രസിഡന്റ് ട്രംപ് 69 കൺട്രീസിലേക്കുള്ള ഇറക്കുമതിയിൽ 10 to 41% വരെ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് 25% താരിഫാണ് ബാധകമാകുന്നത്. നിഫ്റ്റി 50 1.09%, മിഡ് ക്യാപ് 150 1.92%, സ്മോൾ ക്യാപ് 250 2.97% വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജൂലൈ 25 അവസാനിച്ച ആഴ്ചയിൽ നിഫ്റ്റി FMCG സൂചിക 2.9% ഉയർന്നു. Q1 ലാഭം മെച്ചപ്പെട്ടതും നഗരഗ്രാമ മേഖലയിലെ വളർച്ചയും ഈ വളർച്ചയ്ക്ക് കാരണമായി. അതേസമയം റിയൽറ്റി -5.73%, ഡിഫൻസ് -4.76%, മെറ്റൽ -3.42%, ഫാർമ -2.87%, IT -2.73% തുടങ്ങിയ മേഖലയിൽ വലിയ നഷ്ടം കാണിച്ചിരിക്കുന്നു. അമേരിക്കയിലെ സ്റ്റോക്ക് ഇൻഡെക്സസ് ആയ ഡോ ജോൺസ് 0.74%, S&P 500 0.37% ഇടിവുണ്ടായി. ഫെഡറൽ റിസർവിന്റെ നിരക്ക് കുറയ്ക്കാനുള്ള അനിശ്ചിത നിലപാടുകൾ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത്. യൂറോപ്യൻ ഇൻഡെക്സസ് ആയ FTSE 100 0.50%, ജർമ്മനി ഡാക്സ് 1.80% താഴോട്ടായി. ഏഷ്യയിലെ പ്രധാന സൂചികകളായ കോസ്പി 3.88%, ഹോങ്കോങ് സംഘായ് 0.88%, ഹങ്കായ് കോമ്പോസിറ്റ് 0.37% ആയും കുറഞ്ഞു. IMF ഇന്ത്യയുടെ വളർച്ചാ പ്രവചനത്തെ 6.2%-ൽ നിന്നും 6.4% ആക്കി ഉയർത്തിയതും സ്മാർട്ട് ഫോൺ വിപണിയിൽ 8% വിറ്റുവരവിലും 18% മൂല്യവർദ്ധനവിലും മുന്നേറ്റം കണ്ടതും ശക്തമായ തിരിച്ചറിവിനെ കാണിക്കുന്നതാണ്. അതേസമയം അമേരിക്ക 69 കൺട്രീസിന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് 10% മുതൽ 41% വരെ താരിഫ് ഏർപ്പെടുത്തി. ഇന്ത്യക്ക് 25% ആണ് ബാധകമാകുക. കൂടാതെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ അമേരിക്കയുടെ പുതിയ നടപടികൾ വന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകളും വ്യക്തമാകുന്നുണ്ട്. ഇത് ഇന്ത്യൻ റിഫൈനറികളുടെ ചെലവിനെയും വ്യാപാര ബാലൻസിനെയും ബാധിച്ചേക്കാം. വരാനിരിക്കുന്ന ആഴ്ചകളിൽ നിക്ഷേപകർ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇരിക്കാനായി. ഓരോ ഡിക്ലൈനും ബൈ ഓൺ ഡിപ്പ് ഓപ്പർച്യൂണിറ്റിയായി കണക്കാക്കാവുന്നതാണ്. എന്നാൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയ സമീപനം എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഇൻവെസ്റ്റിംഗ് ട്രേഡിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.